എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ കിഴി റിവ്യൂ ആണ് ഫൈറ്റ് ക്ലബ്. യെസ്, ഫൈറ്റ് ക്ലബ്ബ് കാണാൻ ഒരൊറ്റ കാരണമാണ് കേട്ടോ, ലോകേഷ് കനകരാജ് സത്യമാണ് കേട്ടോ. ആളാണ് ഇത് വിതരണത്തിന് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കാണാൻ ഒരു ത്വര ഉണ്ടായത്. ഒരു പ്രേരണ കുറ്റത്തിന് ശരിക്കും ലോകേഷാണ് ഉത്തരവാദി. എന്തായാലും ഭയങ്കരമായിട്ട് വിശ്വാസമാണ് നമുക്ക് ലോകേഷിൽ. ആ വിശ്വാസം തെറ്റിച്ചില്ല, സത്യം. അതുപോലെ തന്നെ ഉറിയടി എന്ന സിനിമയ്ക്ക് ശേഷം നമ്മുടെ വിജയകുമാർ നായകനായിട്ട് വരുന്ന അടുത്ത സിനിമ, അതും ഒരു പ്രധാന കാരണം തന്നെയാണ്. ഞങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ല, പക്ഷെ നല്ല സിനിമയാണെന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് അഭിപ്രായം കേട്ടിട്ടുള്ളൊരു സിനിമ കേട്ടോ ഉറിയടി. നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അതിനെക്കുറിച്ച് ഭയങ്കര പോസിറ്റീവാണ് കേട്ടിട്ടുള്ളത്. ഇനി കാണാല്ലേ നമുക്ക്? ഇനി എന്തായാലും തീർച്ചയായിട്ടും ഇത് കണ്ട സ്ഥിതിക്ക് എന്തായാലും ഉറിയടി കാണും. ഇനി കാണാൻ തോന്നും. അതാണ് സത്യം. അതാർക്കും ഇതുവരെ ഉറിയടി കാണാതെ ഫൈറ്റ് ക്ലബ്ബ് കണ്ടു കഴിഞ്ഞാൽ ഉറിയടി കണ്ടേക്കാം എന്ന് തോന്നും. അതാണ്. എന്തായാലും പടത്തിന് എ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ചോദിച്ചു വാങ്ങി കേട്ടോ. കൊണ്ട അല്ല, അത് വേണം. അതെ, അല്ലെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുത്തേ പറ്റുള്ളൂ. അത്രയ്ക്കും ഭീകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അതെ വേറെ ലെവലാക്കാം. അത് പക്ഷെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ നമ്മുടെ അനിമലുണ്ടല്ലോ, അയ്യോ അതുപോലൊന്നും അല്ല കേട്ടോ. ആ കഴുത്തിറക്കുന്ന സീന്, അത് എനിക്ക് ഉണ്ടാക്കിയൊരു ട്രോമ ഉണ്ടല്ലോ. ഈ മൂർച്ചയില്ലാത്ത കത്തിയിട്ടിട്ട് ഉണ്ടാക്കൂല, അതേപോലെ അറുത്തെടുക്കുന്നത്. എന്തായാലും ഇതങ്ങനെയൊന്നല്ല, ഇത് ഭയങ്കര സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണ്. സത്യം. ഫൈറ്റ് സീനൊക്കെ വേറെ ലെവലാ. എന്താ പറയാ, നമ്മള് എപ്പോഴും അല്ലെങ്കിൽ ഏത് സമയത്തും നമ്മൾ കണ്ടിട്ടുള്ള തമിഴ് സിനിമകളുടെ ആ ഒരു ടച്ച് ഒന്നും അല്ല. എന്തൊക്കെയോ വ്യത്യാസം ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും സിനിമ കാണുമ്പോൾ. അതായത് പുതുമുണ്ട്. അതെ, കഥകൾക്കൊന്നും അല്ല കേട്ടോ, കഥയൊക്കെ കണ്ടു ശീലിച്ച എന്ന കഥ തന്നെയാണ്. പക്ഷെ എന്താണ് ഇതിന്റെ പുതുമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ മേക്കിംഗ് തന്നെ ആയിരിക്കണം. അതൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ആള് ചെയ്തിട്ടുള്ളത്. പക്ഷെ മേക്കിംഗ് പലതും പല രീതിയിൽ തന്നെ, വേറിട്ട രീതിയിൽ തന്നെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാറുണ്ട്. അതെ. അപ്പോൾ അതിൽ നിന്നുള്ളത് അല്ലാതെ എന്തോ ഒരു തമിഴ് സിനിമ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ഐറ്റം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണല്ലോ നമ്മൾ ആഗ്രഹിച്ചത്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവം എന്ന് പറയില്ലേ, അതാണ് ശരിക്കും ഫൈറ്റ് ക്ലബ്ബ് കേട്ടോ. എന്താണെങ്കിലും സിനിമ ഇങ്ങനെ പൊന്തിച്ചു വരുമ്പോൾ അതിന് ബലം കൊടുക്കുന്നത് അതിന്റെ സ്ക്രിപ്റ്റിനാണ്. ആ സ്ക്രിപ്റ്റാണ് സിനിമയ്ക്ക് എപ്പോഴും ബലം കൊടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ആണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. യെസ്. സ്റ്റോറി ജസ്റ്റ് അവറേജ് ആണ്. സ്റ്റോറി നമുക്ക് പരിചയമുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷെ അത് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോവുക, ത്രില്ലടിപ്പിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോവുക, നമ്മൾ പുറത്ത് കടക്കാതെ, അതായത് സിനിമക്കുള്ളിൽ തന്നെ നമ്മളെ നിലനിർത്തിയിട്ട് ഈ സിനിമ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഖ്യ പങ്ക് ഈ സ്ക്രിപ്റ്റിനാണ്. തീർച്ചയായിട്ടും. പിന്നെ വളരെ മികച്ച രീതിയിൽ ഇത് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ ഫൈറ്റ് സീനൊക്കെ അത് വീണ്ടും ഫൈറ്റിലേക്ക് തന്നെ വരികയാണല്ലോ. അത് ആണല്ലോ, ഫൈറ്റ് ക്ലബ് ആണല്ലോ, പിന്നെ ഫൈറ്റ് സീനിലേക്കല്ലേ പോകേണ്ടത്. ഫൈറ്റ് കൊണ്ട് ഫൈറ്റാണ്. ഗംഭീരമായിട്ടുള്ള പലതരം ഫൈറ്റ് സീനുകളുണ്ട്. അതൊക്കെ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഫൈറ്റ് മാസ്റ്റേഴ്സിലെ ആരാണെന്ന് അറിഞ്ഞൂടാ, ഗംഭീര. അവര് എന്തായാലും അടുത്ത ഹൈലൈറ്റ് ആയിട്ട് മാറാൻ പോകുന്ന ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരിക്കും. നല്ല ഗംഭീരമായിട്ട് ചെയ്തു. അതെ, പെട്ടെന്ന് അങ്ങോട്ട് വരും. എന്താണെങ്കിലും അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ഒരു ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു അത്ഭുതം തോന്നും കേട്ടോ. ഒരു എക്സ്പീരിയൻസിന്റെ കുറവൊന്നുമില്ല. ആള് നന്നായിട്ട് പഠിച്ചു തന്നെയാണ്. അടിപൊളിയായിട്ടാണെങ്കിലും ബെസ്റ്റ് ആയിട്ട് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അബ്ബാസ് എ റഹ്മത്ത്. യെസ്. എന്താണെങ്കിലും സ്ക്രിപ്റ്റും അത് തന്നെയാണ്. സ്ക്രിപ്റ്റും ആള് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഈ സിനിമയുടെ കഥ പറഞ്ഞ രീതി തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ട് തന്നെയാണ്. ഇതൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് ചിലപ്പോൾ സ്ഥിരം കണ്ടുവരുന്ന തമിഴ് സിനിമകളെക്കാളും വ്യത്യസ്തമായിട്ട് തോന്നി എന്ന് പറയുന്ന ഈ പറഞ്ഞ രീതികൾ കൊണ്ടൊക്കെ ആയിരിക്കാം. അത് എന്തായാലും ഗംഭീരമായിട്ട് തന്നെ ആള് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ സിനിമയുടെ എഡിറ്റിംഗ്, ഇപ്പോൾ ഫൈറ്റുകളൊക്കെ വളരെ മികച്ച രീതിയിലുള്ള ഫൈറ്റുകളുണ്ട്. ഇന്റർവൽ ബ്ലോക്ക് അടിപൊളിയാണ് കേട്ടോ. പൊള്ളി സാധനം, സൂപ്പറാണ്, ഗംഭീര സാധനമാണത്. അപ്പോൾ അതിൽ ഈ എഡിറ്റിങ്ങിലും ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിങ്, അതായത് ഡയറക്ടറിന്റെ ഒരു വിഷൻ, ഓക്കെ, പിന്നെ ചെയ്തു വെച്ചിരിക്കുന്നവരുടെ പെർഫോമൻസ് ഗംഭീരാണ്. പിന്നെ എഡിറ്റിങ്, പിന്നെ സിനിമാറ്റോഗ്രാഫി. ശരിക്കും സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മൾ കണ്ടുമടുത്ത കഥകളാണെങ്കിൽ പോലും അത് പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇഷ്ടപ്പെടുത്തുന്നത്, പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തുന്നത്. ഇതൊരു പോരായ്മയാണ് കേട്ടോ. അപ്പോഴും ഇതിങ്ങനെയൊക്കെ അവതരിപ്പിച്ചാലും
ഇതിലെ ഈ ഒരു സ്റ്റോറി അത് പഴയ രീതിയിൽ തന്നെ ഉള്ളതാണ് എന്നുള്ളത് ഒരു പോരായ്മയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് വേറെ ലെവലാണ്, ഏറ്റവും മികച്ചു നിൽക്കുന്ന ഫസ്റ്റ് ഹാഫാണ്. കുറച്ച് എന്താ കൈവിട്ടതില്ലേ, അതായത് തുടക്കത്തിൽ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലാഗ് ഉണ്ട് സിനിമക്ക്. നമ്മളാ പറഞ്ഞില്ലേ ഇന്റർവെൽ ബ്ലോക്ക് ഒക്കെ വേറെ ലെവലാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിനുശേഷം തുടങ്ങി കഴിയുമ്പം കുറച്ചു നേരം നമുക്ക് ഒരു വലിച്ചു നീണ്ടു പോകുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട് കുറച്ചു നേരം. പക്ഷെ അത് നേരെ അടുത്ത ഇതിൽ വരുമ്പോൾ പിക്കപ്പ് ആകുന്നുണ്ട്. അതെ, അത് തന്നെ ഒരു വൈബ് തന്നെയാണ്. പക്ഷെ എന്നാലും ആ ലാഗ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ചെറുതായിട്ടൊന്ന് ഫീൽ ആയി. സിനിമക്ക് പുറത്തേക്ക് നമ്മൾ കിടക്കുന്നൊന്നുമില്ല. അതെ, നമ്മൾ അതിന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ ലാഗ് ആയിട്ട് അതായത് ഒന്നും ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട് ചില സമയം. സത്യം. എന്താണെങ്കിലും ഗംഭീര രീതിയിൽ തന്നെ സിനിമ ഒരുക്കി വെക്കാൻ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആളുടെ ഫസ്റ്റ് സിനിമ എന്ന് പറയുമ്പോഴാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ രീതിയിൽ അത് തരിക എന്ന് പറഞ്ഞാൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമ ഈ ഡയറക്ടേഴ്സ് ബെസ്റ്റ് കൊടുക്കും. അതൊരു സത്യമാണ്. അത് അവരുടെ മാക്സിമം കുറച്ച് താഴേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു. അവരുടെ മാക്സിമം ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അപ്പത്തെ അവരുടെ ലിമിറ്റിൽ വെച്ചിട്ടുള്ള ഏറ്റവും കിടിലനായിട്ട് തന്നെ അവർ കൊടുക്കും. പക്ഷെ അടുത്ത സിനിമയിലേക്ക് വരുമ്പോഴാണ് ഞാനിത് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനത് ഓർത്തു. ഇപ്പോ എന്താ നമ്മുടെ ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമ ഉണ്ടല്ലോ, ഏതാ? നമ്മുടെ അല്ല, എന്താ സായി പല്ലവി ഒരുമിച്ചുള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് ആതിരൻ. ആ സിനിമയുടെ ഡയറക്ടർ അതിനുശേഷം ചെയ്ത സിനിമയുടെ നിലവാരം എന്തൊരു മാറ്റാണ്. അതൊരു സത്യമാണ് കേട്ടോ. അതൊരു പോയിന്റ് ആണ്. പക്ഷെ എല്ലാരും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലും മികച്ചതാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ചൊക്കെ താഴേക്ക് വരുന്നത് എപ്പോഴും ഫസ്റ്റ് ബെസ്റ്റ് കൊടുത്തതിന് ശേഷമുള്ളതാണ്. അതൊരു സത്യമാണ്. അതൊരു പോരായ്മ എന്നും വേണമെങ്കിൽ പറയാം. അല്ലാണ്ട് ചിലപ്പോൾ പിന്നീട് വരുന്ന സ്ക്രിപ്റ്റിന്റെ സെലക്ഷനും കൊണ്ടൊക്കെ വരുന്ന സംഭവിക്കുന്നതായിരിക്കും. അതായത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് അതുപോലെ ഫസ്റ്റ് ഡയറക്ഷൻ ഇതിന് എടുക്കുന്ന സമയം, അതിനകത്ത് എന്താണ് തയ്യാറെടുപ്പ് ഒരുപാട് സമയം ഉണ്ടല്ലോ. മറ്റേത് അതിനുശേഷം രണ്ടാമതിലേക്ക് കടക്കുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ് സമയം കുറയുന്നു. വളരെ പെട്ടെന്ന് ഷോർട്ട് ടൈം കൊണ്ടായിരിക്കും അടുത്തതൊക്കെ ചെയ്തു വരുന്നത്. കാരണം വേറെ പ്രൊജക്ടുകൾ വന്ന് നിൽക്കുമല്ലോ. എന്താണെങ്കിലും എന്താ പറയാ, ഭയങ്കര ഭീകരം എന്നൊന്നും പറയാനില്ലെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റ് ഗംഭീരമാക്കിയിട്ടുണ്ട് ഡയറക്ടർ. സിനിമയെ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നി. ഭയങ്കര സംഭവം എന്ന് പറയാനില്ലെങ്കിലും നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങിപ്പോ. അതായത് മോശമില്ലാത്തൊരു സിനിമ കണ്ടതിന്റെ ഒരു ത്രില്ലുണ്ട്. പിന്നെ എന്താ നമ്മുടെ വിജയ് കുമാർ, അതായത് നടന്റെ സംഭവബഹുലമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യൂത്തിന് ആളെങ്ങോട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഈ ഫൈറ്റ് ക്ലബ്ബ് ഏതാണ്ട് ഈ സിനിമ ടോട്ടലി യൂത്ത് നന്നായിട്ട് ഏറ്റെടുക്കാനുള്ള സാധ്യത ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ആ ഒരു ട്രെൻഡ് അനുസരിച്ച് പോകുന്ന ഒരു സിനിമ തന്നെയാണ്. അപ്പം അത് എന്തായാലും യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുട്ബോളും വയലൻസും അങ്ങനെയുള്ള എല്ലാം കൊണ്ടും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് സിനിമ ഇനി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. കണ്ടിട്ട് നമുക്ക് അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് റേറ്റിംഗിലേക്ക് പോവാം. 6.5 out of 10. യെസ്. എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ.